ഇൻഫോമീഡിയ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ദയവായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ ഇനേബിൾ ചെയ്യുക. നമസ്കാരം. സ്വന്തമായി ഒരു വീട് എന്നത് ഓരോ കുടുംബത്തിന്റെയും ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യമാണ്. എന്നാൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം ഇന്നും ആയിരക്കണക്കിന് കുടുംബങ്ങൾക്ക് അതൊരു സ്വപ്നം മാത്രമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇതിനിടയിലാണ് വീടില്ലാത്ത കുടുംബങ്ങൾക്ക് ആശ്വാസം നൽകുന്ന ഒരു പുതിയ പ്രധാന വാർത്ത പുറത്തു വന്നിരിക്കുന്നത്. PMAY ഗ്രാമീൺ പദ്ധതിയിൽ പുതിയ അപേക്ഷകളുമായി ബന്ധപ്പെട്ട നടപടികൾ വിവിധ ഘട്ടങ്ങളിലായി പുരോഗമിക്കുകയാണ്. ഈ വാർത്തയുടെ യാഥാർത്ഥ സ്ഥിതി എന്താണ്? ആരൊക്കെയാണ് ഗുണഭോക്താക്കളാവാൻ സാധ്യത? അപേക്ഷ നൽകിയവർ ഇനി എന്താണ് ചെയ്യേണ്ടത്? എല്ലാം നമുക്ക് വിശദമായി നോക്കാം. ഗ്രാമപ്രദേശങ്ങളിലെ ഭവനരഹിത കുടുംബങ്ങൾക്ക് വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പ്രധാന പദ്ധതിയാണ് PMAY ഗ്രാമീൺ. പദ്ധതി ആരംഭിച്ചതിന് ശേഷം ലക്ഷക്കണക്കിന് കുടുംബങ്ങൾക്ക് വീടുകൾ അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇപ്പോഴും നിരവധി അപേക്ഷകർ കാത്തിരിപ്പിലാണ്. പുതിയ അപേക്ഷകളുടെ പരിശോധനയും ഡാറ്റ ശേഖരണവും വിവിധ തലങ്ങളിൽ നടക്കുന്നതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇതോടെ ഭവന സഹായം പ്രതീക്ഷിക്കുന്ന കുടുംബങ്ങളിൽ വലിയ പ്രതീക്ഷയാണ് ഉയർന്നിരിക്കുന്നത്. എന്തൊക്കെയാണ് ഇപ്പോൾ നടക്കുന്നത്? ഒരു ചോദ്യമാണ്. നിലവിൽ അപേക്ഷകൾ പരിശോധിക്കുന്ന ഘട്ടത്തിലാണ്. പല പ്രദേശങ്ങളിലും നടപടികൾ പുരോഗമിക്കുന്നത്. അപേക്ഷകന്റെ കുടുംബ വിവരങ്ങൾ, ഭവനാവസ്ഥ, വരുമാന വിവരങ്ങൾ, ഭൂമിയുടെ ലഭ്യത തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിച്ച ശേഷമായിരിക്കും അന്തിമ പട്ടിക തയ്യാറാക്കുക. ഇതിനാൽ അപേക്ഷ നൽകിയവർ ഇപ്പോൾ കാത്തിരിക്കേണ്ടത് ഔദ്യോഗിക സ്ഥിരീകരണങ്ങൾക്കായിരിക്കും. അർഹത നിർണ്ണയിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. പദ്ധതിയുടെ ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുമ്പോൾ വിവിധ മാനദണ്ഡങ്ങൾ പരിഗണിക്കപ്പെടുന്നു. സ്വന്തമായി വീടില്ലാത്ത കുടുംബങ്ങൾ, സുരക്ഷിതമല്ലാത്ത വീടുകളിൽ താമസിക്കുന്നവർ, സാമ്പത്തികമായി പിന്നോക്ക വിഭാഗങ്ങൾ, സർക്കാർ നിശ്ചയിച്ച മാനദണ്ഡങ്ങൾ പാലിക്കുന്നവർ, ഇവർക്ക് മുൻഗണന ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപേക്ഷകർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. പലരും അപേക്ഷ നൽകി കഴിഞ്ഞാൽ ഇനി ഒന്നും ചെയ്യാനില്ലെന്ന് കരുതാറുണ്ട്. പക്ഷേ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ, ആധാർ വിവരങ്ങൾ, ഫോൺ നമ്പർ എന്നിവ കൃത്യമാണോ എന്ന് ഉറപ്പാക്കണം. രേഖകളിൽ എന്തെങ്കിലും പിഴവുകൾ ഉണ്ടെങ്കിൽ അത് ഭാവിയിൽ തടസ്സം സൃഷ്ടിക്കാം. അതിനാൽ ബന്ധപ്പെട്ട പഞ്ചായത്ത് ഓഫീസറുമായോ ഉദ്യോഗസ്ഥരുമായോ ബന്ധപ്പെടുന്നത് നല്ലതാണ്. കേരളത്തിലെ ഗുണഭോക്താക്കൾക്ക് എന്ത് പ്രതീക്ഷിക്കാമെന്ന് നോക്കാം. കേരളത്തിൽ ലൈഫ് മിഷൻ പദ്ധതിയും PMAYG പദ്ധതിയും നിരവധി കുടുംബങ്ങൾക്ക് സഹായകമായിട്ടുണ്ട്. ഇനിയും വീടിനായി കാത്തിരിക്കുന്ന കുടുംബങ്ങൾക്ക് പുതിയ നടപടികൾ പ്രതീക്ഷ വർദ്ധിപ്പിക്കുന്നുണ്ട്. എന്നാൽ അന്തിമ തീരുമാനങ്ങൾ ബന്ധപ്പെട്ട സർക്കാർ വകുപ്പുകളുടെ ഔദ്യോഗിക പ്രഖ്യാപനങ്ങൾക്ക് ശേഷമേ വ്യക്തമാവുകയുള്ളൂ. പ്രധാന മുന്നറിയിപ്പ് നിങ്ങൾ ശ്രദ്ധിക്കണം. സോഷ്യൽ മീഡിയയിൽ നിരവധി വ്യാജ വാർത്തകളും തെറ്റായ വിവരങ്ങളും പ്രചരിക്കുന്നുണ്ട്. എല്ലാവർക്കും വീട് അനുവദിച്ചു, ലിസ്റ്റ് പുറത്തിറങ്ങി, ഉടൻ പണം ലഭിക്കും തുടങ്ങിയ അവകാശവാദങ്ങൾ കാണുമ്പോൾ ഔദ്യോഗിക ഉറവിടങ്ങളിൽ നിന്ന് വരുന്നതെന്ന് ഉറപ്പുവരുത്തുക. അല്ലാത്ത പക്ഷം തെറ്റിദ്ധാരണകൾക്ക് ഇരയാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ സുഹൃത്തുക്കളെ, PMAY ഗ്രാമീൺ പദ്ധതിയിൽ പുതിയ അപേക്ഷകളുമായി ബന്ധപ്പെട്ട നടപടികൾ പുരോഗമിക്കുന്നുവെന്ന വാർത്ത ഭവനരഹിത കുടുംബങ്ങൾക്ക് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. എന്നാൽ ഔദ്യോഗിക പ്രഖ്യാപനങ്ങളും അന്തിമ പട്ടികയും വരുന്നതുവരെ കൃത്യമായ വിവരങ്ങൾ മാത്രം വിശ്വസിക്കുക. ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ അപ്ഡേറ്റുകൾക്കായി ബെൽ ബട്ടൺ അമർത്തുക. വീണ്ടും ഒരു പ്രധാന വിവരവുമായി അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.